ഇനി തൊഴിലും ഭാഷയും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കാം നമുക്ക്. മനുഷ്യർ എന്തെന്തെല്ലാം തൊഴിലുകളിലാണ് ഏർപ്പെടുന്നത്. ചിത്രം നോക്കൂ. ഇപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തത് കാണാം അല്ലേ. അവിടെ ഒരുപാട് ആളുകൾ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം. എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത്? ഇതിലെന്തൊക്കെയാണ് ചന്തം നൽകുന്നതും കൂട്ടുകാർ നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതണം. ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായോ? ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞവതരിപ്പിക്കൂ. ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് കണ്ടെത്തി പറയൂ. ഇവിടെ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് നോക്കൂ. ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ എന്തെല്ലാം? തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവെക്കൂ. പരസ്പരം ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തൂ. എന്താ തൊഴിലുമായി ബന്ധപ്പെട്ട് എത്രയെത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ്. ഇതൊന്ന് വായിക്കൂ. വാക്കുകൾ വിളയുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ട്. നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം. നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക? കന്ന് പൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറു പറിക്കുക, ഞാറു നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുണ്ട്. പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ട്രില്ലർ, കൊയ്ത്തുമതി യന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം. പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണ്? ഇനി ചൊല്ലുകളുടെ കാര്യമെടുത്താലോ? കൃഷിച്ചൊല്ലുകൾ അനവധിയുണ്ട്. മുളയിലറിയാം വിള, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ നോക്കൂ. ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നു. കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവുന്നത്?